കാശിയേട്ടാ, ദേ ആ കുറ്റിമുല്ലയിൽ ഒരു കുഞ്ഞ് ഇല വന്നു. വാ, വന്നു നോക്കിയേ. ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാശിയുടെ അരിയിലേക്ക് വന്നു അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. വരാം വരാം, ഞാൻ ഈ ജോലി ഒന്ന് തീർത്തോട്ടെ അപ്പൂട്ടാ. കാശി അവൾ പിടിച്ചിരിക്കുന്ന കയ്യിലേക്ക് ചിരിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, ഇപ്പൊ വരണം. കുറച്ചു കഴിയുമ്പോൾ ആ ഇല നല്ലോണം വിടർന്നു നിൽക്കും. ഇപ്പൊ കണ്ടു നോക്ക്, ഇങ്ങനെ കൂമ്പി അടഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്താ ഭംഗിയെന്ന്. അതിയായ സന്തോഷത്തോടെ അവൾ കണ്ണൊക്കെ പാതി അടച്ചു ആക്ഷൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ അപ്പൂട്ടാ, നീ എന്നെ ചീത്തയാക്കുവോ പെണ്ണേ? കാശി അവൾക്കൊപ്പം പുറത്തേക്ക് നടക്കുന്നതിനിടെ ചോദിച്ചു. എന്റെ മുല്ലത്തൈയിൽ ഒരു കുഞ്ഞില വന്നത് കാണാൻ വന്നാൽ കാശിയേട്ടൻ ചീത്തയാവോ? കണ്ണൊക്കെ കുറുക്കി പിടിച്ചു നോക്കി പെണ്ണൊരുത്തി. അയ്യോ ഇല്ലെന്റെ പൊന്നെ, ഞാനൊന്നും പറഞ്ഞില്ല എന്റെ കള്ളിപ്പെണ്ണെ. അവളുടെ കവളിലൊന്ന് കിള്ളിക്കൊണ്ട് കാശി പറഞ്ഞു. അവന്റെ കണ്ണു ചുരുക്കിയുള്ള നോട്ടം, പതിഞ്ഞ ചിരി, അടക്കി പിടിച്ച വർത്തമാനം ഒക്കെ കാണെ ഉള്ളിൽ നിറയുന്ന വികാരം എന്തെന്ന് മനസ്സിലാകാതെ ആ കുഞ്ഞിപ്പെണ്ണ് കാശിയെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നുപോയി. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നേരെ കോളേജിന് മുന്നിൽ നിന്ന് ബസ് കയറിക്കൊള്ളണം രണ്ടും. ഇനി എങ്ങാനും ആ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയെന്ന് ഞാൻ അറിഞ്ഞാൽ. അപ്പുവിനെ നോക്കി കണ്ണു മുഴിപ്പിച്ചുകൊണ്ട് കാശി പറഞ്ഞു. പോവില്ലെന്ന് പറഞ്ഞല്ലോ കാശിയേട്ടാ, പിന്നെന്തിനാ വീണ്ടും വീണ്ടും കണ്ണുരുട്ടി പേടിപ്പിക്കുന്നേ? ചുണ്ടു ചുളുക്കിക്കൊണ്ട് പെണ്ണ് അവനോട് തിരക്കി. ഇപ്പോ ഞാൻ പറഞ്ഞതാണോ കുറ്റം? എന്നോട് പറയാതെ അവിടെ പോയതെന്തിനാ? കാശി ചോദിക്കുന്നത് കേൾക്കെ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് തലമുടി ഭംഗിയായി മെടഞ്ഞിട്ടുകൊണ്ടിരിക്കുന്ന പെണ്ണ് നാവ് കടിച്ചുകൊണ്ട് ചിരിയോടെ തിരിഞ്ഞു നിന്ന് കളഞ്ഞു. കാശിയേട്ടന്റെ കള്ളിപ്പൂച്ചേ, നിനക്ക് നാവിത്തിരി കൂടുന്നുണ്ട് കേട്ടോ. അവളുടെ പിന്നിൽ വന്നൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് അവൻ പറഞ്ഞു. അവന്റെ ശ്വാസം പിൻകഴുത്തിൽ തട്ടിയതും പെണ്ണൊന്ന് പിടഞ്ഞുകൊണ്ട് മാറി നിന്നു. എന്താടി? അവൻ ചിരി കടിച്ചു പിടിച്ച് ചോദിച്ചുകൊണ്ട് അവളെ നോക്കി. ഞാൻ കള്ളിപ്പൂച്ചയല്ല, കാശിയേട്ടന്റെ അപ്പൂട്ടനാണ്. മഷി എഴുതി ഭംഗിയാക്കിയ ആ താമരയിതൾ പോലുള്ള കണ്ണുകൾ ഒന്നുകൂടെ കറുപ്പിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. ആണോ? കാശിയേട്ടന്റെ അപ്പൂട്ടനാണോ? ആണോടി കുഞ്ഞിപ്പാറു? കാശി പെണ്ണിനെ ഒന്ന് ചേർത്ത് പിടിച്ചു ചോദിച്ചുകൊണ്ട് കവളിൽ നേർമയായി ചുണ്ടു ചേർത്തു. ഷോക്ക് അടിച്ചതുപോലെ അപ്പു അവനെ മിഴിച്ചു നോക്കി. കാശിയേട്ടൻ ഏട്ടന്റെ അപ്പുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതാണ്. ആ പിടി വിടാതെ തന്നെ നെറ്റിയിൽ കൂടെ ചുണ്ടൊന്ന് ചേർത്ത് മാറിക്കൊണ്ട് കാശി പറഞ്ഞു. അപ്പോ ആരോട് സ്നേഹം കൂടിയാലും ഇങ്ങനെ ഉമ്മ വയ്ക്കുമോ? ഇടുപ്പിൽ കൈകൊത്തി നിന്ന് പെണ്ണ് ചോദിച്ചു. എല്ലാവരോടും സ്നേഹം തോന്നിയാൽ ഉമ്മ വയ്ക്കില്ല. എന്റെ കള്ളിപ്പൂച്ചയോട് സ്നേഹം തോന്നിയാൽ ഉമ്മ വയ്ക്കും, ഞെക്കി പൊട്ടിക്കും, പിന്നെ കടിക്കും. അതുപോലെയൊക്കെ ആക്ഷൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, ഈ കാശിയേട്ടൻ ചീത്ത കുട്ടിയാണ്. ഞാൻ അമ്മമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല തല്ല് വെച്ച് തരാൻ പറയും ഞാൻ. പെണ്ണവനെ തള്ളി മാറ്റി ബാഗുമെടുത്ത് പുറത്തേക്ക് ഓടുന്നതിനോടെ പറഞ്ഞു. നില്ലടി അവിടെ. എന്തായാലും നീ അമ്മമ്മയോട് പറയാൻ പോവല്ലേ? എന്നാ പിന്നെ ഇതും കൂടെ ചേർത്ത് പറയും. അവളെ പിടിക്കാനായി ആഞ്ഞുകൊണ്ട് കാശി പറഞ്ഞു. അയ്യോ, എന്നെ പിടിക്കല്ലേ, ഞാനൊന്നും പറയൂല. ബാഗും കൊണ്ട് പുറത്തേക്ക് ഓടി ഇറങ്ങി പറയുമ്പോൾ അവളുടെ ചുണ്ടിൽ നിറഞ്ഞ ചിരിയായിരുന്നു. രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട കാശിയേട്ടന്റെ അപ്പൂട്ടൻ, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും കേട്ടോ. ബാഗുമായി വന്ന് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാശി അവളുടെ കാതോരം പറഞ്ഞു. ഇപ്പൊ എന്നെ പിടിക്കാൻ കിട്ടിയില്ലല്ലോ, അപ്പോ കാശിയേട്ടൻ തോറ്റല്ലോ. പറഞ്ഞു കണ്ടൊരുത്തി അടക്കി ചിരിച്ചുകൊണ്ട് അവന്റെ പിന്നിൽ കയറിയിരുന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉള്ളിലേക്ക് നടക്കുമ്പോൾ കാശി അമലിന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. എന്തിനാടാ ടെൻഷൻ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ കാശി. അമൽ വല്ലായ്മയോടെ അവന്റെ ടെൻഷൻ നിറഞ്ഞ മുഖത്തേക്ക് നോക്കി. കുറച്ച് ദിവസം മുമ്പ് വരെ ഒന്നും എനിക്ക് വിഷയമേ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എൻ്റെ അപ്പു, അവളാണ് എൻ്റെ എല്ലാം. അപ്പുവിൻ്റെ കുറുമ്പ് നിറഞ്ഞ മുഖമോർക്കെ കാശിയുടെ നെഞ്ചിനുള്ളിൽ ഒരു തണുപ്പ് പടർന്നു. പ്രണയം നുരഞ്ഞു പൊന്തി ചുണ്ടിൽ ചിരി വിരിഞ്ഞു. എടാ ദേ നോക്കിയേ കാശി, ആ കുട്ടി, അവൾ. അമൽ അത്ഭുതത്തോടെ അപ്പുവിൻ്റെ കാര്യം പറഞ്ഞു നിൽക്കുന്ന കാശിയുടെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. മറ്റു 3 പെൺകുട്ടികൾക്കൊപ്പം നടന്നു വരുന്നവളെ തന്നെ നോക്കി നിന്നുപോയി കാശി. ഒരു നിമിഷം അപ്പു തന്നെയാണോ ആ വരുന്നത് എന്ന് തോന്നി കാശിക്ക്. അവനൊരു താങ്ങിനെന്നോണം അമലിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ആ പെൺകുട്ടി തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായ കാശി അവളിൽ നിന്ന് നോട്ടം മാറ്റി അമലിനെ നോക്കി പോകാമെന്ന് കണ്ണ് കാണിച്ചുകൊണ്ട് കാശി സ്റ്റാൻഡിന് പുറത്തേക്ക് നടന്നു. പിന്നാലെ അവളെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അമലും. ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നാണ് കാശി? വായനശാലയിലെ ബെഞ്ചിൽ കിടന്ന് ആലോചിക്കുന്ന കാശിയുടെ അടുത്തിരുന്ന് കാലാട്ടിക്കൊണ്ട് അമൽ തിരക്കി. ഒരെത്തും പിടിയും കിട്ടുന്നില്ലടാ. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല അമലെ, കാശി നിരാശയോടെ പറഞ്ഞു. ലോ കോളേജിൽ നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഞാനും ആ വഴിക്കൊന്ന് ശ്രമിക്കാം. അപ്പൂട്ടിനെ ഒരു ഫോട്ടോ കൂടെ കാണിച്ചു കൊടുത്താൽ ആളെ കണ്ടുപിടിച്ച് ഡീറ്റെയിൽസ് എടുത്തു തരാൻ പറ്റുന്ന ആളാവണം, അമൽ ആലോചനയോടെ പറഞ്ഞു. ആ വഴി തന്നെയാണ് ഞാനും ആലോചിച്ചത്. രേവതിയുടെ അച്ഛനോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. അങ്കിൾ അവിടെ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരോർമ്മ. ഒരു ചെറുവഴി തെളിഞ്ഞ സന്തോഷത്തിൽ കാശി ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റിരുന്നു.
ഏത് രേവതി? ആ ബാങ്കിലെ പെണ്ണോ? അമൽ കണ്ണൊന്ന് കുറുക്കിക്കൊണ്ട് തിരക്കി. കാശി ചിരിയോടെ മൂളി. അത് വേണോ? നിന്നോട് അവൾക്ക് മുടിഞ്ഞ പ്രേമമായിരുന്നു എങ്ങാനും അപ്പു അറിയണം. അമൽ ഒരാക്കലോടെ പറഞ്ഞു. എടാ, ഇപ്പോൾ അവൾക്ക് അങ്ങനെയൊന്നുമില്ല. എൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞതോടെ അവൾ ആ ചിന്തയോടെ എന്നെ നോക്കിയിട്ട് പോലുമില്ല. നീ ഇനി അത് പറഞ്ഞ് വലുതാക്കല്ലേ അമലേ, കാശി അല്പം പരുഷമായി തന്നെ പറഞ്ഞു. അപ്പോൾ ഭാര്യയെ പേടിയുണ്ടല്ലേ കാശിദേവന്? അമൽ അവൻ്റെ തോളിൽ അടിച്ചുകൊണ്ട് തിരക്കി. പേടിയല്ലടാ, എനിക്ക് രേവതിയോട് എന്നല്ല ഒരു പെണ്ണിനോടും ഒന്നും തോന്നിയിട്ടില്ല, എൻ്റെ അപ്പൂട്ടനോടല്ലാതെ. അതും അവൾ സ്വന്തമായതിനു ശേഷമാണ് പ്രണയമെന്ന വികാരം എന്നിൽ ഉണ്ടായതുപോലും, കാശി മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു. എനിക്കറിയില്ലേടാ നിന്നെ, പിന്നെ ഞാനിതൊക്കെ ഒരു തമാശയ്ക്ക് പറയുന്നതാണ്, അമൽ പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാൻ ഇറങ്ങുവാടാ. എൻ്റെ കൊച്ച് ചായ പോലും കുടിക്കാതെ കാത്തിരിക്കുന്നുണ്ടാവും ഞാൻ ചെല്ലുന്നതും കാത്ത്. ബാഗുമെടുത്ത് വണ്ടിക്കരികിലേക്ക് വരുമ്പോൾ കാശി പറഞ്ഞു. വിട്ടോ വിട്ടോ, ഞാനും ഇറങ്ങുവാ. ഇരുവരും സന്തോഷത്തോടെ തന്നെ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ചായ ഉണ്ടാക്കി വെച്ചിട്ട് എന്തോരം നേരമായെന്ന് അറിയോ? എന്താ കാശിയേട്ടാ ഇന്ന് ഇത്രയും താമസിച്ചേ? സെറ്റിലിരുന്നവൾ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് അപ്പു തിരക്കി. അമലിനെ കണ്ട് വർത്തമാനം പറഞ്ഞ് നിന്നുപോയെൻ്റെ അപ്പൂസേ, അവളുടെ കവളിലൊന്ന് തലോടിക്കൊണ്ട് കാശി പറഞ്ഞു. പോ അവിടുന്ന് വഷളൻ. ചുണ്ടു കടിച്ച് ചിരി ഒതുക്കി അവൻ്റെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. പൗഡർ തൂത്തു കളഞ്ഞതാടി. പറഞ്ഞിട്ട് മുഖം ചായച്ച് അവളുടെ കമളിൽ മുത്തി കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് കാശി പറഞ്ഞു. ഇപ്പോഴും പൗഡർ കളഞ്ഞതാണോ? കണ്ണുരുട്ടി പിടിച്ചുകൊണ്ട് അവനെ നോക്കി പേടിപ്പിച്ചു പെണ്ണു. നീ നിറയെ പൗഡർ ഇട്ടത് കൊണ്ടല്ലേ പൊന്നെ കാശിയേട്ടൻ തുടച്ചു തന്നത്? ഒന്നുകൂടെ അവളെ മുത്തി ചോദിച്ചിട്ട് ചെറുക്കൻ ബാഗും കൊണ്ട് റൂമിലേക്ക് ഓടി. അയ്യേ, ഈ കാശിയേട്ടൻ! അപ്പു അവൻ ഉമ്മ വെച്ച കവളിൽ തലോടിക്കൊണ്ട് ചമ്മലോടെ ചിരിച്ചു. കാശി കുളിച്ചു വരുമ്പോൾ അപ്പു വീണ്ടും ചായ ചൂടാക്കി 2 കപ്പിലായിട്ട് ഒഴിച്ചെടുത്ത് ബിസ്ക്കറ്റുമായിട്ട് സിറ്റൗട്ടിലേക്ക് വന്നു. അപ്പൂസേ, ചായ കയ്യിലെടുത്തുകൊണ്ട് കാശി വിളിച്ചു. പെണ്ണ് ചിരിയോടെ ഒന്ന് മൂളി. ഇന്ന് കോളേജിൽ പോയിട്ട് മിച്ചുവിനെയോ വിനീതയോ കണ്ടോ? കുട്ടികളെപ്പോലെ ബിസ്ക്കറ്റ് ചായയിൽ മുക്കി കഴിക്കുന്ന പെണ്ണിനെ നോക്കിയിരുന്നു കൊണ്ട് കാശി തിരക്കി. മിച്ചേച്ചിയെ കണ്ടു. എന്നെ കണ്ടിട്ട് കാണാത്തതുപോലെ പോയി. അതുകൊണ്ട് ഞാനും ചിരിച്ചില്ല. കാശിയേട്ടൻ പറഞ്ഞില്ലേ നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ടാന്ന് വെക്കണമെന്ന്. അതുകൊണ്ട് ഇനി ഞാൻ മിച്ചേച്ചിയോട് അങ്ങോട്ട് പോയി മിണ്ടൂല. അപ്പു അവൻ്റെ കാൽമുട്ടിൽ കൈ ഊന്നിയിരുന്നു ചായ കുടിക്കുമ്പോൾ പറഞ്ഞു. വിനീതയെ കണ്ടില്ലേ? കാശി വീണ്ടും തിരക്കി. മിസ്സിനെ ഇന്ന് കണ്ടില്ല. പറഞ്ഞിട്ട് അവനെ മുഖമുയർത്തി ഒന്ന് നോക്കി അപ്പു. എന്താ നോക്കുന്നേ? അവളുടെ ചുഴിഞ്ഞുള്ള നോട്ടം കണ്ട് കാശി ചോദിച്ചു. കുറച്ചു ദിവസം മുമ്പ് വരെ വിനി എന്നൊക്കെയാണല്ലോ കാശിയേട്ടൻ മിസ്സിനെ വിളിച്ചോണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ എന്തു പറ്റി വിനീത എന്ന് നീട്ടി വിളിക്കുന്നത്? അപ്പു ചിരി അടക്കി പിടിച്ചു തിരക്കി. അതോ, ഞാൻ കുറച്ചു ദിവസം മുമ്പ് വരെ ഒരു പെണ്ണിനെ അർപ്പിത എന്ന് നീട്ടി വിളിച്ചിരുന്നു. ഇപ്പോൾ ആ പെണ്ണിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നിയത് കൊണ്ട് അപ്പു, അപ്പൂസെ, അപ്പൂട്ട എന്നൊക്കെ കൊഞ്ചിച്ച് ഓമനിച്ച് ലാളിച്ചൊക്കെ വിളിക്കുന്നു. കാശി അവളുടെ തലയിൽ നിന്ന് കൊട്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അന്ന് മിസ്സിനോട് സ്നേഹമുണ്ടായോണ്ടാണോ വിനി എന്നൊക്കെ വിളിച്ചേ? കണ്ണു ചുരുക്കി പിടിച്ചുകൊണ്ട് അപ്പു തിരക്കി. അങ്ങനെയാണോ കാശിയേട്ടൻ്റെ കുഞ്ഞിപ്പാറുവിന് മനസ്സിലായത്? അവളെ താഴത്തെ പടിയിൽ നിന്ന് പൊക്കിയെടുത്ത് അടുത്തേക്ക് എത്തിയിട്ട് കാശി തിരക്കി. അപ്പു അവനെ നോക്കി കള്ളച്ചിരിയോടെ ചുമലൊന്ന് വെട്ടിച്ചു. പിന്നെ കാശി പെണ്ണിൻ്റെ കാതോരം ചോദിച്ചു. മിണ്ടാതിരിക്കുക കാശിയേട്ടാ. അവൻ്റെ മീശയും താടിയും കാതിലും കവിളിലുമൊക്കെ ഉരസി മാറിയപ്പോൾ ഇക്കിളിയായിട്ട് പെണ്ണൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ പറഞ്ഞോ, നിനക്കെന്താ മനസ്സിലായത്? അവൾക്കടുത്തേക്ക് ചേർന്നിരിഞ്ഞുകൊണ്ട് അവൻ തിരക്കി. അതോ, അതില്ലേ, കാശിയേട്ടൻ ഈ അപ്പുവിനോട് എത്ര സ്നേഹമുണ്ടോ അത്രയും ദേഷ്യം വിനീത മിസ്സിനോട് ഉണ്ടെന്നു. അവൻ്റെ നോട്ടത്തിലും വർത്തമാനത്തിലും ചിരിയിലുമൊക്കെ മയങ്ങിയിരുന്നു കൊണ്ട് അപ്പു നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു. അപ്പൂസേ, അപ്പൂട്ടാ, എഴുന്നേറ്റ് വാ. ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ? ഇല്ല, എനിക്ക് ഇത്തിരി കൂടെ ഉറങ്ങണം, അപ്പു പുതപ്പ് വലിച്ചു മൂടിക്കൊണ്ട് പറഞ്ഞു. ഇന്നലെ ആ സിനിമയും കണ്ടിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. അപ്പൂട്ടൻ്റെ അടുത്ത് വന്നിരുന്ന് മൂടി പുതച്ചു കിടന്ന് ഉറങ്ങുന്നവളെ കാശി വിളിച്ചുണർത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് കുളിരുന്നു കാശിയേട്ടാ, പെണ്ണ് അലസതയോടെ പറഞ്ഞു. അപ്പു, ഇന്നലെ സിനിമ കണ്ടിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇന്ന് ക്ലാസ്സിൽ പോകാതെ മടി പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നു. കാശി സ്വല്പം ഒച്ച ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് മടിയൊന്നുമില്ല കാശിയേട്ടാ, ഞാനിന്ന് പൊയ്ക്കോളാം. അവൻ്റെ ഒച്ച ഉയർന്നതും അപ്പു പേടിയോടെ പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അവളുടെ മുഖത്തെ പേടി കണ്ട് ചിരി കടിച്ചു പിടിച്ച് നീട്ടിയൊന്ന് മൂളിയതേയുള്ളൂ കാശി. ഇല്ലെങ്കിൽ പെണ്ണ് കൊഞ്ചു കുണുങ്ങി ഇന്ന് പോകാതെ ഇരിക്കാനുള്ള അടവെടുക്കുമെന്ന് മനസ്സിലോർത്തുകൊണ്ട് കാശി അടുക്കളയിലേക്ക് പോയി. ഞാൻ കൂടെ സഹായിക്കാൻ കാശിയേട്ടാ, പല്ലൊക്കെ തേച്ച് ഫ്രഷായി ഓടി വന്ന് അപ്പു പറഞ്ഞു. പോകാൻ നേരമായപ്പോൾ ചോറൊക്കെ ഞാൻ റെഡിയാക്കി. ഞാനീ ദോശ ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് നീ ചെന്ന് കുളിച്ചിട്ട് വന്നേ. സഹായിക്കാൻ വന്നവളെ ഓടിച്ചു വിട്ടിട്ട് കാശി ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. കഴിഞ്ഞോ അപ്പോ? ആ തോവത്തിങ്ങ് തന്നേ.
ഞാനും ഓടിപ്പോയെന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ച് യൂണിഫോം എടുത്തിട്ട് വന്ന അപ്പുവിൻ്റെ തലമുടിയിൽ ചുറ്റി വെച്ചിരിക്കുന്ന തോർത്ത് വലിച്ചെടുത്തുകൊണ്ട് കാശി പറഞ്ഞു. അപ്പു മൂളിക്കൊണ്ട് മുടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് കോളേജിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്ത് ഹാളിൽ കൊണ്ടുപോയി വെച്ചു. ഇന്ന് ചോറിന് തോരനും ചമ്മന്തിയും അച്ചാറുമാണ് കേട്ടോ അപ്പു. മുഴുവനും കഴിക്കണേ. ഇരുവരും കൂടെ വീട് പൂട്ടി പോകാനിറങ്ങുമ്പോൾ കാശി പറഞ്ഞു. അതൊക്കെ കഴിച്ചോളാം. നാളെ മുതൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കാൻ കാശിയേട്ടാ. ഇന്ന് വല്ലാണ്ട് ഉറങ്ങിപ്പോയി. അവൻ പറഞ്ഞതിന് മറുപടിയായി അപ്പു പറഞ്ഞു. ഇന്നൊരു ദിവസമല്ലേ കുഞ്ഞാ. ഞാൻ നേരത്തെ ഉണർന്നതല്ലെങ്കിൽ എൻ്റെ അപ്പൂട്ടനല്ലേ എല്ലാം ഉണ്ടാക്കി പൊതിഞ്ഞു കെട്ടി തരുന്നത്. കാശി പറഞ്ഞതിന് അപ്പു നേർമയിലൊന്ന് മൂളിയതേയുള്ളൂ. പിന്നെ മെല്ലെ അവൻ്റെ മുതുകിൽ മുഖം ചേർത്തിരുന്നു. അപ്പു, എന്താടി നിന്റെ മുഖം വല്ലാതെ? രാവിലെ മുതൽ നോക്കുന്നുണ്ട് ഞാൻ. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ചോറ് കഴിക്കാതെ കിള്ളി ഇരിക്കുന്ന പെണ്ണിനോട് അച്ചു തിരക്കി. എനിക്ക് എൻ്റെ കൈയും കാലുമൊക്കെ നോവുന്നു. കണ്ണൊക്കെ നീറിപ്പുകയും പോലെ. തലയും വേദനിക്കുന്നു. നനവൂർന്ന മിഴിയോടെ അപ്പു പറഞ്ഞു. വയ്യടി. പീരീഡ്സ് ആണോ അപ്പു? അവളുടെ തളർന്നുള്ള ഇരിപ്പ് കണ്ട് അച്ചു പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല അച്ചു, പീരീഡ്സ് ആവാൻ ഡേറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പു മെല്ലെയാണ് പറഞ്ഞു. പനി ഉണ്ടെന്ന് തോന്നുന്നു അപ്പു. നെറ്റിയിലൊക്കെ ചെറിയ ചൂടുണ്ട്. അവളുടെ നെറ്റിയിലും കഴുത്തിലുമൊക്കെ തൊട്ടു നോക്കിയിട്ട് അച്ചു പറഞ്ഞു. പനിക്കുന്നോ? ചോദിച്ചുകൊണ്ട് അപ്പു സ്വയം നെറ്റിയിൽ തൊട്ടു നോക്കി. ഇല്ലടി, ചെറിയ ചൂടേ ഉള്ളൂ. കുഴപ്പമില്ല. എനിക്ക് ദേഹവേദനയാണ് സഹിക്കാൻ വയ്യാത്തത്. അപ്പു തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. നീ ചോറ് കഴിക്ക്. ഒട്ടും കുറവില്ലെങ്കിൽ നമുക്ക് മിസ്സിനോട് പറഞ്ഞ് വീട്ടിൽ പോകാം. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അച്ചു. വൊമിറ്റ് ചെയ്യാൻ തോന്നുവാ. അപ്പു മുഴുവൻ ചോറും കഴിക്കാതെ ബാക്കി അടച്ചു വെച്ചുകൊണ്ട് വിതുമ്പലോടെ പറഞ്ഞു. അയ്യേ, ഒരു കുഞ്ഞു പനി വന്നതിന് കണ്ണ് നിറയ്ക്കുന്നോ? വാ, നമുക്ക് മിസ്സിനെ കണ്ട് പെർമിഷൻ വാങ്ങി വീട്ടിലേക്ക് പോകാം. അച്ചു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ടടി, ഞാൻ ക്ലാസ്സിലിരുന്നോളാം. നിന്റെ ക്ലാസ്സും കൂടെ കളയണ്ട. ക്ഷീണം തോന്നിയെങ്കിലും അപ്പു പറഞ്ഞു. നീ വാ, എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പുവിൻ്റെ കൈയും പിടിച്ച് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവൾ പറഞ്ഞു. വായനശാലയിൽ കാര്യങ്ങൾ അറിയാൻ കാത്തു നിൽക്കുന്ന അമലിൻ്റെ അരികിലാണ് വൈകിട്ട് കാശി വന്നത്. എന്തായി കാശി? അയാൾ എന്താ പറഞ്ഞത്? അടുത്തു വന്നിരുന്നിട്ടും ഒന്നും പറയാതെ ആലോചനയോടെ ഇരിക്കുന്നവനോട് അമൽ തിരക്കി. ദാസ് അങ്കിൾ പറഞ്ഞയാൾ കോളേജിലെ ക്ലർക്കാണ്, ഒരു ബിബിൻ. അയാൾ പറഞ്ഞത് പ്രകാരം ആ കുട്ടിയുടെ അഡ്രസ് നെടുമങ്ങാടാണ്. മലപ്പുറത്ത് നിന്ന് ഈ വർഷം TC വാങ്ങി വന്നതാണ് എന്നാണ് പറഞ്ഞത്. 3-ാം വർഷമാണ്. പിന്നെ പുള്ളിക്കാരിയുടെ അച്ഛൻ്റെ പേര് ഇസ്മയിൽ, അമ്മ അലീഷ. കുട്ടിയുടെ പേര് അമ്ന ഇസ്മയിൽ. അയാൾ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണ്. ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്. ഇതാണ് ആകെ കിട്ടിയ വിവരം. കാശി പറഞ്ഞു നിർത്തി. ഇതിൽ നിന്ന് വൈദു അപ്പയുമായി കണക്ട് ചെയ്യാൻ പറ്റിയത് ഒന്നുമില്ലല്ലോ കാശി? അമൽ നിരാശയോടെ തിരക്കി. അല്ലെങ്കിലും ഇതിൽ കൂടുതലൊന്നും കിട്ടില്ല എന്ന് നമുക്കും അറിയാമായിരുന്നല്ലോ. ഇനി എന്തെങ്കിലും അറിയാൻ കഴിയുമെങ്കിൽ അത് ആ പെൺകുട്ടിയുടെ അച്ഛനറിയാം. അയാളിലേക്ക് നേരിട്ടെത്താൻ ബുദ്ധിമുട്ടാവില്ലേ കാശി? ഇല്ല അമലെ, അയാളൊരു സർക്കാർ ജീവനക്കാരനല്ലേ. എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് ആദ്യം പോയെന്ന് കണ്ടു നോക്കട്ടെ. പിന്നെ പതിയെ പരിചയം പുതുക്കാനുള്ള അവസരങ്ങൾ കൂടെ ഉണ്ടാക്കണം. എന്നിട്ട് നോക്കാം എന്തേലും അറിയാൻ പറ്റുമോ എന്ന്. എന്തായാലും എടിപിടി എന്ന മട്ടിൽ കാര്യങ്ങൾ നടക്കില്ല. കുറച്ച് വൈകിയാലും വൈദു അപ്പയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയണം. ഒപ്പം എൻ്റെ അപ്പൂട്ടൻ്റെ അച്ഛൻ ആരാണ് എന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണം. കാശി പറഞ്ഞു. നമുക്ക് നോക്കാടാ, എന്തിനും ഞാൻ നിന്റെ കൂടെയുണ്ട്. അമൽ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു. എന്നാ ഞാൻ പോവുകടാ. എൻ്റെ കൊച്ച് ക്ലാസ് കഴിഞ്ഞ് വന്ന് ചായയും ഇട്ട് കാത്തിരിക്കുന്നുണ്ടാവും. നിറഞ്ഞ ചിരിയോടെ അമലിനോട് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞു പോയി കാശി. ആഹാ, ക്ലാസ് കഴിഞ്ഞ് അപ്പുവിൻ്റെ കൂടെ ഇങ്ങ് പോന്നോ അച്ചു? വണ്ടിയുടെ ശബ്ദം കേട്ട് വന്ന് വാതിൽ തുറന്നു കൊടുത്ത അച്ചുവിനെ കണ്ട് കാശി ചെറുതിരിയോടെ തിരക്കി. അപ്പുവിന് വയ്യ കാശി ചേട്ടാ, അതുകൊണ്ട് ഞാൻ കൂടെ ഇങ്ങ് പോന്നു. ഒറ്റയ്ക്ക് വിടാൻ തോന്നിയില്ല. ഞാൻ ചേട്ടനെ വിളിച്ചു. എന്നെ കൂട്ടാൻ വരാൻ പറയട്ടെ? കാശിയോട് പറഞ്ഞിട്ട് അച്ചു ഫോണുമായി മുറ്റത്തേക്കിറങ്ങി. അപ്പുവിന് വയ്യ എന്ന് മാത്രമേ കാശി കേട്ടുള്ളൂ. അച്ചു പിന്നാലെ പറഞ്ഞതൊന്നും അവൻ കേട്ടതേയില്ല. വെപ്രാളത്തോടെ ഓടി മുറിയിലെത്തുമ്പോൾ ബെഡിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട് പെണ്ണു. അപ്പൂട്ടാ, എന്താടാ കാശിയേട്ടൻ്റെ കുഞ്ഞിന്? കാശിയുടെ വിളി കേട്ട് മെല്ലെ എഴുന്നേറ്റിരുന്ന പെണ്ണിൻ്റെ മുഖം ഇരു കൈയിലുമായി വാരിയെടുത്തുകൊണ്ട് കാശി തിരക്കി. അപ്പുവിന് വയ്യ, പനിയാണ് കാശിയേട്ടാ. ഒട്ടും വയ്യ, കണ്ണൊക്കെ നീറിപ്പുകയുന്നു. കാലും കൈയും തലയും ഒക്കെ നോവുന്നു. വിതുമ്പിക്കൊണ്ട് അവൾ അവനോട് പറഞ്ഞു. തീ പോലെ പൊള്ളുന്ന പനിയും ഒപ്പം ചുണ്ടും കണ്ണുമൊക്കെ ചുവന്നു വിങ്ങിയിരിപ്പുണ്ട്. ആകെ മൊത്തം വല്ലാത്തൊരവസ്ഥ. അപ്പൂ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം പറഞ്ഞുകൊണ്ട് മെല്ലെ അവളെ പിടിച്ചുയർത്തി എടുത്തു കാശി. എനിക്ക് നിൽക്കാനൊന്നും വയ്യ കാശിയേട്ടാ, പനിയുടെ മരുന്ന് തന്നാൽ മതി. അവൻ്റെ ചുമലിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. അത് പറ്റില്ല അപ്പൂട്ടാ, ഞാൻ വിജയൻ ചേട്ടൻ്റെ ഓട്ടോ വിളിക്കാം. ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. രാത്രി ചിലപ്പോൾ പനി കൂടും. അവളുടെ അവശത കാണെ രാവിലെ കുളിരുന്നു എന്ന് പറഞ്ഞിട്ടും
വഴക്ക് പറഞ്ഞു വിളിച്ച് എഴുന്നേൽപ്പിച്ച് കോളേജിൽ വിട്ടതിന്റെ വിഷമത്തിൽ കാശി സങ്കടത്തിൽ പറഞ്ഞു.